കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ഒരു കേസ് വേണ്ടത്ര തെളിവുകളില്ലാതെയും വേണ്ടത്ര അതിൻ്റെ രേഖകളില്ലാതെയും അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ചേർത്തി. ഈ ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നതാണ്. CBI അന്വേഷണം കൊണ്ടുവന്ന് ഇപ്പോൾ അത് സുപ്രീം കോടതിയിലായിട്ട് 8 വർഷം 62 തവണയാണ് മാറ്റിവെച്ചത്. 4 പ്രതികൾ മരിച്ചു, 25 സാക്ഷികൾ മരിച്ചു. മുഖ്യപ്രതി എന്ന് പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇന്നും ഉണ്ടല്ലോ. കോടതി എന്ന് പറയുന്ന സംവിധാനത്തിൽ ഈ ഹൈക്കോടതിയും തിരുവനന്തപുരം CBI കോടതിയും സുപ്രീം കോടതിയിലെത്തിയപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. ഈ BJP 2017 മുതൽ 2024 വരെ തൊട്ടില്ല. ശരി ഇല്ല എന്നുള്ളത് സത്യമാണല്ലോ. കേസ് ഡിലേ. കരുവന്നൂർ ബാങ്ക്, ഈ കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ തവണ ഇലക്ഷൻ കഴിയുന്നവരെ അവിടെയുള്ള CPMൻ്റെ നേതാവിന് എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് അയച്ചുകൊണ്ടിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു നോട്ടീസ് CPMൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തില്ലേ? അത് അതിനു മുമ്പ്, അതിന് ശേഷം എന്ത് നടപടി എടുത്തു? പാലക്കാട് ഇലക്ഷൻ ഇളകി മറിയുകയാണ്. വേനൽ ചൂടിനെ കടത്തിവെട്ടുന്ന ചൂടാണ് പാലക്കാടുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് BJPയുടെ ജനകീയ മുഖമായ കൃഷ്ണകുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. പാലക്കാട് ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പം തുറന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. താങ്കൾ പല സമയത്തും ഫൈറ്റ് ചെയ്ത് മുന്നിലെത്തിയെങ്കിലും ഒരിക്കലും വിജയിച്ചു കണ്ടില്ല. ഇത്തവണ പാലക്കാട് എന്താണ് നടക്കാൻ പോകുന്നത്? ഇതുവരെ ഞാൻ 4 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതും BJPക്ക് സ്വാധീനമില്ലാത്ത വാർഡുകളിൽ പോയിട്ടാണ് ജയിച്ചിട്ടുള്ളത്. ലോക്സഭാ ഇലക്ഷനോ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ വിജയിച്ചിട്ടില്ല. അസംബ്ലിയിൽ ഞാൻ മത്സരിച്ചത് CPMൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള മലമ്പുഴയിലാണ്. അവിടെ BJPക്ക് വളരെ കുറവ് വോട്ട്, 3000-ൽ താഴെ വോട്ടുള്ളവിടെയാണ് പോയി ആദ്യമായി മത്സരിക്കുന്നത്. അവിടെ 46,000 വോട്ടിലേക്ക് എത്തി, 2ാം സ്ഥാനത്ത് വന്നു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും വോട്ട് വർദ്ധിപ്പിച്ച് 50,000-ൽ കൂടുതൽ വോട്ട് ലഭിച്ചു, അന്നും 2ാം സ്ഥാനത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തി കുറഞ്ഞ 3 മണ്ഡലങ്ങളുണ്ട്, നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പാലക്കാട് ലോക്സഭ. അതുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി. 2,52,000 വോട്ട്, 1,36,000 വോട്ടിൽ നിന്ന് 2,52,000 വോട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പാലക്കാട് നിയമസഭാ മണ്ഡലം അതല്ല. പാലക്കാട് നിയമസഭാ മണ്ഡലം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആദ്യമായി ഭരിച്ച പാലക്കാട് മുനിസിപ്പാലിറ്റി ഉണ്ട്. അത് 2015-ൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിച്ചെടുത്തത് എൻ്റെ നേതൃത്വത്തിലാണ്. അതുവരെ 15 സീറ്റും 17 സീറ്റും ഉണ്ടായിരുന്ന BJP 24 സീറ്റിലേക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നതും പാലക്കാട് നഗരസഭയുടെ ഭരണം കിട്ടുന്നതും ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഞാൻ ഇലക്ഷൻ ലീഡ് ചെയ്ത സമയത്താണ്. പിന്നീട് അത് 28 സീറ്റായി വർദ്ധിച്ചു. അപ്പോൾ മുനിസിപ്പൽ ലിമിറ്റിൽ നിന്ന് ഏറ്റവും വലിയ കക്ഷി ഈ അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ബൂത്തുള്ള മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ കക്ഷി BJP ആണ്. 67 ബൂത്തുകളിൽ ഞങ്ങൾ 1ാം സ്ഥാനം. 3 പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് പ്രായരിയിലും കണ്ണാടിയിലും വലിയ സ്വാധീനമുണ്ട്. ഞങ്ങൾക്ക് പ്രായരിയിൽ 3 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, കണ്ണാടിയിൽ 3 പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു. ഇത്തവണ മെമ്പർമാരില്ലെങ്കിലും നല്ല അടിത്തറയുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് ഇത്തവണ 2ാം സ്ഥാനത്തെത്തുക എന്നല്ല, ഇത്തവണ വിജയിക്കാൻ കഴിയുന്നുള്ള ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇവിടെ താങ്കൾ താഴേക്ക് വളരെ പിന്നോട്ട് പോയി. എന്നാൽ നിയമസഭാ ഇലക്ഷനിൽ ശ്രീധരൻ ഇവിടെ ഏകദേശം 54,000 വോട്ട് പിടിച്ചിരുന്നു. ആ സ്ഥലത്തേക്ക് താങ്കൾക്ക് എത്താൻ പറ്റിയില്ല ലോക്സഭ ഇലക്ഷനിൽ. ആ സന്ദർഭത്തിൽ എങ്ങനെ വിജയിക്കുന്നതാണ് താങ്കൾ പറയുന്നത്? ഈ ലോക്സഭ കഴിഞ്ഞ അസംബ്ലിയിൽ 50,000 വോട്ടായിരുന്നു. ശ്രീധരൻ സാർക്ക് 50,200 വോട്ടായിരുന്നു. എനിക്ക് 2019-ലെ ലോക്സഭാ ഇലക്ഷനും 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് 4,000 വോട്ട് കൂടുതൽ ലഭിച്ചു. 43,000-ലധികം വോട്ട് എനിക്ക് ലഭിച്ചു ലോക്സഭയിൽ ലഭിച്ചു. ശ്രീധരൻ സാർക്ക് 50,200 വോട്ടായിരുന്നു നിയമസഭയിൽ, 7,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണും വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് കരുതി വലിയൊരു വിഭാഗം ആളുകൾ CPMനെതിരായിട്ടുള്ള വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി പോകാറുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് തിരിച്ച് BJPയിലേക്ക് വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ BJPക്ക് അനുകൂലമായി വരും. താങ്കളെക്കുറിച്ചുള്ള വലിയ ആരോപണം എന്താ വെച്ചാൽ, താങ്കൾ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള മത്സരത്തിൽ താങ്കൾ മത്സരിക്കുന്നു,
നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നു, ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നു, താങ്കൾ മാത്രമാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താ അത് പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. ഞാൻ 4 തവണ മത്സരിച്ചു മുനിസിപ്പാലിറ്റിയിലേക്ക്. 4 തവണ മത്സരിച്ച് 2020 സ്വയം മത്സരരംഗത്ത് പിന്മാറിയ ആളാണ്. ഞാൻ മത്സരിച്ച് ജയിച്ച വാർഡുകൾ ഇപ്പോൾ ജനറൽ വാർഡാണ്. ഒന്ന് എൻ്റെ ഈ വീട് നിലനിൽക്കുന്ന വാർഡ്, എൻ്റെ തൊട്ട വാർഡ്, 2 ജനറൽ വാർഡാണ്. എനിക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നു. പക്ഷേ പുതിയ തലമുറയ്ക്ക് അവസരം നൽകാനാണ് ഞാൻ മാറി നിന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്നെ പാർട്ടിയാണ് നിയോഗിക്കുന്നത് മലമ്പുഴയിൽ. അവിടെ പാർട്ടി എന്നെ നിയോഗിച്ച് 3000 വോട്ടുള്ള മലമ്പുഴയിൽ 46,000 വർദ്ധിപ്പിച്ച എന്നെ വീണ്ടും ആ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ട് പാർട്ടി എന്നെയാണല്ലോ പരിഗണിക്കുക. അവിടെ ഇത്രയും വലിയ വോട്ട്, ഏകദേശം 43,000-ത്തിലധികം വോട്ട് വർദ്ധിപ്പിച്ച എന്നെയാണോ പരിഗണിക്കേണ്ടത്, വേറെ ഒരാളെയാണ് പരിഗണിക്കേണ്ടത്? സ്വാഭാവികമായിട്ട് എന്നെ പരിഗണിക്കും. പിന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി നടത്തിയ, ദേശീയ നേതൃത്വം നടത്തിയ സർവേയിലും എല്ലാം അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ആയിട്ട് കണ്ടെത്തി തന്നെയാണ്. കാരണം ഞാൻ കേരളം മുഴുവൻ നടന്ന് മത്സരിക്കുന്ന ആളല്ല. തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിലായാലും ശരി, അതിനുശേഷം പൊതുപ്രവർത്തനത്തിനായാലും ശരി, പാർട്ടി പ്രവർത്തനത്തിനായാലും സ്വന്തം ജില്ല കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ ജനകീയ അടിത്തറ വലുതാക്കാനായിട്ട് കഴിഞ്ഞ 20-25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് അതിൻ്റെ പരിഗണന ലഭിക്കും. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നയം തന്നെ അതാണ്. ഒരു പാർട്ടിയുടെ ഭാരവാഹി ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച്, അസംബ്ലി മണ്ഡലം അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പാർട്ടി അവിടെ ജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കണം എന്നുള്ളത്. ആ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 2016 ഇവിടെ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ അന്ന് ഇവിടെ ഭയങ്കര ഹൈപ്പുണ്ടാക്കി. പിന്നീട് അവർക്ക് ഇവിടെ സീറ്റ് കൊടുത്തില്ല. ഇപ്രാവശ്യം അവരെ പേര് വന്നിട്ടും അവരെ തട്ടിമാറ്റിക്കൊണ്ടാണ് താങ്കൾക്ക് തന്നത്. താങ്കൾ 2 തവണ തുടർച്ചയായിട്ട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ ആരോപണം ശരിവെക്കുന്നതല്ലേ അത്? അല്ല, അത് ഞാൻ 15 മുതൽ 20 വരെ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ബൂത്തുകളും ഏറ്റവും കൂടുതൽ വോട്ടർമാരുമുള്ള ഒരു പ്രദേശത്ത്, അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമൃത് പദ്ധതി കൊണ്ടുവന്ന് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 2200-ലധികം ആളുകൾക്ക് വീട് കൊടുത്ത്, ഇവിടുത്തെ തെരുവോര കച്ചവടക്കാർക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്ത്, അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നെ സഹായം വാങ്ങിക്കൊടുത്ത്, ഇവിടെ പ്രളയമുണ്ടായ സമയത്തും കോവിഡ് ഉണ്ടായ സമയത്തും സംസ്ഥാന സർക്കാരിൻ്റെ സഹായം പോലും കാത്തിരിക്കാതെ നഗരസഭ കേരളത്തിൽ ആദ്യമായിട്ട് സമൂഹ അടുക്കള തുടങ്ങിയതടക്കം കോവിഡ് കാലത്ത് പാലക്കാട് നഗരസഭയിലാണ്. പാലക്കാട് തുടങ്ങിയ ശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സംസ്ഥാന തലത്തിൽ തീരുമാനമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ പാലക്കാടത്തെ ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് എന്നെ പരിഗണിക്കും. 16-ൽ ഞാൻ വൈസ് ചെയർമാനാണ് പാലക്കാട് നഗരസഭയുടെ. 15-ൽ ഞാൻ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ, 16-ൽ ഞാൻ മലമ്പുഴയിലാണ് പോയി മത്സരിച്ച്. ഞാൻ യാതൊരു വിധത്തിലും അവിടുത്തെ ഇത്തരത്തിലുള്ള ഒരു മത്സരത്തിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് തലത്തിലോ ഒരു അസംബ്ലി ഇലക്ഷന് വേണ്ടി യാത്ര ചെയ്യാത്ത ഒരു മണ്ഡലത്തിൽ എന്നെ കേവലം ഒരു 20-25 ദിവസം പാർട്ടി സ്ഥാനാർത്ഥിയതിന് ശേഷം പോയി പ്രവർത്തിച്ചിട്ടാണ് VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ ഇത്രയധികം വോട്ട് സ്കോർ ചെയ്യുന്നത്. കോൺഗ്രസ്സിന് 52,000-53,000 വോട്ടുള്ള നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് 30,000 വോട്ടിലേക്ക് വരികയാണ്. കോൺഗ്രസ് വോട്ട് മറിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് VSനെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയുമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പാറ്റേണാണ്. 30,000 വോട്ടാണ് UDF-ന് യഥാർത്ഥത്തിൽ അവിടെ 50,000-ഓളം വോട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ അവിടെ 48,000-ലധികം വോട്ട് ലഭിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് അവിടെ ലഭിക്കുന്നു 30,000 വോട്ടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു 13,000-14,000 വോട്ട് CPM-ന് അനുകൂലമായി പോകുന്നുണ്ട്. ആ വോട്ട് കോൺഗ്രസ് ഇത്തരത്തിൽ വോട്ട് മറിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എനിക്ക് CPM-നെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു. അതായത് തുടർച്ചയായിട്ട് താങ്കളെ മാത്രം പരിഗണിക്കുന്നു എന്നുള്ള ഇതിൻ്റെ പേരിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് BJPയുടെ സാധ്യതകൾ എത്രമാത്രം അട്ടിമറിക്കും? അല്ല, BJPയുടെ ഒരു പ്രവർത്തകനും ഏതെങ്കിലും കൃഷ്ണകുമാറിൻ്റെ കൂടിയല്ല, ഏതെങ്കിലും നേതാക്കന്മാരുടെ കൂടിയല്ല. ഞങ്ങളുടെ മാതൃപ്രസ്ഥാനത്തു നിന്ന് ഞങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം, ഞങ്ങളുടെ രാഷ്ട്രീയം അങ്ങനെയല്ല. ഏതെങ്കിലും നേതാവിൻ്റെ പിന്നാലെ നടക്കുന്ന കോൺഗ്രസിൻ്റെ പാരമ്പര്യമല്ല BJPയിൽ.
BJPയുടെയും പരിവാർ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പ്രവർത്തകർ പറഞ്ഞാൽ ഒരു ആശയത്തെയും ഒരു ആദർശത്തെയും കണ്ട് ഈ പ്രസ്ഥാനത്തിൽ വന്നതാണ്. ഞാൻ 84-ലാണ് RSSൻ്റെ ശാഖയിൽ ആദ്യമായി പോകുന്നത്. ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആവാമെന്നോ ഒരു മുനിസിപ്പൽ കൗൺസിലർ ആവാമെന്നോ ധരിച്ചിട്ടല്ല ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. 2000-ൽ അന്ന് സംഘടന തീരുമാനിക്കുന്നു BJPക്ക് ഒരു സ്വാധീനവുമില്ലാത്ത വാർഡിൽ CPMൻ്റെ ജില്ലാ ഓഫീസും അന്നത്തെ മന്ത്രി T. ശിവദാസ മേനോൻ അടക്കമുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കമുള്ള വാർഡിൽ CPMനോട് ഫൈറ്റ് ചെയ്തിട്ട് ആണ് ഞാൻ ജയിച്ചു വരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഞാനൊരു ഇത്തരത്തിലൊരു പ്രതീക്ഷയായിട്ടല്ല വരുന്നത്. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി തന്ന അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നാളെ ബൂത്തിൽ പോയിട്ട് ഒരു ബൂത്ത് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ സന്തോഷപൂർവ്വം വർക്ക് ചെയ്യും. ഞാൻ ഈ ബൂത്തിലെ ബൂത്ത് പ്രസിഡൻ്റായിട്ടാണ് എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ഈ ലോട്ടസ് ക്ലബ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നേരത്തെ സന്ദീപ് വാര്യർ ഒരു വിമത ശബ്ദം ഉയർത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ശക്തിയും അവരുടെ എന്തൊക്കെ തരത്തിലും പാർട്ടിയെ തോൽപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പോകുന്നില്ലേ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും കേരളത്തിൽ പ്രസ്റ്റീജിയസ് മത്സരമാണ്. പാലക്കാട് ഡു ഓർ ഡൈ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് കേരളത്തിലുണ്ടാകാൻ. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഓരോ BJP പ്രവർത്തകനും അറിയാം. BJPയുടെ ആശയവും ആദർശവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഹൃദയത്തിലുള്ള ഒരു സാധാരണ പ്രവർത്തകൻ തൊട്ട് നേതാക്കന്മാർ വരെയുള്ളവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അവർക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. യഥാർത്ഥ BJPക്കാരനാണോ, യഥാർത്ഥ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണോ, അയാൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി പോരാളിയായിട്ട് രംഗത്തുണ്ടാവും. ഈ ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞല്ലോ, നമ്മൾ പാർട്ടിയുടെ കേഡർ സ്വഭാവത്തെക്കുറിച്ചിട്ട്, പാർട്ടി നയത്തിനാണ് ആശയത്തിനാണെന്നും ഈ ശോഭാ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ച ശേഷം അവരെ പ്രസംഗം കഴിഞ്ഞ് അവരെ ഇറങ്ങിയപ്പം തന്നെ അവിടെയുള്ള ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇറങ്ങിപ്പോവുകയുണ്ടായി. അതൊരു കേഡർ സ്വഭാവത്തിന് അനുകൂലമാണോ എതിരാണോ? അല്ല, ആ കൺവെൻഷൻ നിശ്ചയിച്ചത് 3:30 മണിക്കാണ്. 4 മണിക്ക് മുമ്പായിട്ട് മുഴുവൻ ആളുകൾ എത്തി. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ 6:30, 6:45. സ്വാഭാവികമായിട്ട് സ്ത്രീകളടക്കമുള്ള ആളുകൾ 2-2.5 മണിക്കൂറോളം ആയിട്ട് കൺവെൻഷൻ ഹാളിലാണ്. സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിച്ച് വരുന്നത് 1-1.5 മണിക്കൂർ കഴിഞ്ഞാൽ കൺവെൻഷൻ കഴിയും, തിരിച്ചു പോകാമെന്നുള്ളതിലാണ്. അതുകൊണ്ട് പോയ പ്രവർത്തകരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും മീറ്റിങ്ങുകളിൽ നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും, 1.5-2 മണിക്കൂർ കഴിഞ്ഞാൽ ഏത് പാർട്ടിയുടെയും യോഗങ്ങളിൽ നിന്ന്, ഒരു പൊതുയോഗങ്ങളിൽ നിന്ന്, പാർട്ടി മീറ്റിങ്ങുകളിൽ നിന്നല്ല, പൊതുയോഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പ്രവർത്തകർ പോകാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രസംഗിച്ചു കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി പ്രസംഗിക്കാൻ വൈകിയതുകൊണ്ടോ അല്ല, മറിച്ച് അവർ 2-2.5 മണിക്കൂറായിട്ട് യോഗത്തിലിരിക്കുന്നു. BJPയെ സംബന്ധിച്ചോളം ശോഭാ സുരേന്ദ്രനായാലും ശരി, K. സുരേന്ദ്രനായാലും ശരി, അവരെല്ലാം BJPയുടെ നേതാക്കളാണ്. BJPയുടെ സാധാരണ പ്രവർത്തകർക്ക് ആവേശം കൊടുക്കുന്ന ആളുകളാണ്. ഞങ്ങളെല്ലാം യുവമോർച്ചയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, അങ്ങനെ നിരവധി BJPയുടെ നേതാക്കൾക്കൊപ്പം യുവമോർച്ചയിൽ ഞാൻ പ്രവർത്തിച്ച ആളാണ്. പെട്ടെന്നൊരു നാൾ BJPയുടെ അസംബ്ലി സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വന്നതല്ല. ഈ 25-30 വർഷം പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച്, താഴെത്തട്ടിൽ പ്രവർത്തിച്ച്, പാർട്ടിക്ക് നൽകിയ സ്ഥാനങ്ങൾ വെച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത്, പാലക്കാട് ജില്ലയിൽ നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചോ, BJPയെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയതിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടോ? അല്ല, തീർച്ചയായും താങ്കളെ എല്ലാ മേഖലയിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാര്യസത്യം തന്നെയാണ്. പക്ഷേ അത് വിജയിക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും എത്തിപ്പെടുന്നില്ല എന്നതാണല്ലോ സത്യം. ശ്രീ O. രാജഗോപാൽ എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം ജയിച്ചിരിക്കുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2 ശക്തമായിട്ട് മുന്നണികളുള്ള വലിയ വേരോട്ടവും അടിത്തറയും അവർക്കുള്ള ഒരു മണ്ണിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു BJPയുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇതുവരെ കേരളത്തിൽ ജയിച്ചത്, അസംബ്ലിയിൽ ജയിച്ചത് ശ്രീ O. രാജഗോപാൽ മാത്രമാണല്ലോ. അദ്ദേഹം നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ശേഷം ആ അടിത്തറയിലാണ് നേമത്ത് പിന്നീട് ജയിക്കുന്നത്. ശ്രീ സുരേഷ് ഗോപി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ചു. ജനങ്ങളുടെ ഇടയിൽ മത്സരിച്ച് പരാജയപ്പെട്ടാലും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ, ജനങ്ങളോടൊപ്പം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം 24-ൽ വിജയിക്കുന്നത്. ഞാൻ മലമ്പുഴയിൽ 2016-ലും 2021-ലും പരാജയപ്പെട്ട ശേഷവും മലമ്പുഴയിൽ, ഇന്ന് പാലക്കാടുമെല്ലാം ലോക്സഭയ്ക്ക് ശേഷമെല്ലാം ഞാൻ നിരന്തരമായിട്ട് ജനകീയ വിഷയങ്ങളുണ്ട്, ജനങ്ങളോടൊപ്പം ഉണ്ട്.
അപ്പോൾ ജനങ്ങളുടെ പരാജയപ്പെട്ടാലും ഇയാൾ കൂടെയുണ്ട്, ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്താൻ കഴിയും. ഈ പിണറായി വിജയൻ്റെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ നരേന്ദ്രമോദി അടുത്ത കാലത്ത് വന്നിട്ട് തൃശ്ശൂരിലൊക്കെ പ്രസംഗിച്ചിരുന്നു. അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പോലെയുള്ള വിഷയങ്ങൾ അതിൽ വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കേസ് പോലെയല്ല. അതിൻ്റെ കണ്ണുകളെ കണ്ടെത്താനും അതിൻ്റെ സോഴ്സുകൾ കണ്ടെത്താനും. ശിവശങ്കറിനൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം, അതെ, അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി അമിത്ഷായും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. കേസ് ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അതിൽ മുഖ്യപ്രതി പിണറായി വിജയനും അതിൻ്റെ ഒന്നും ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല. പിന്നെ മകളുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണവുമായിട്ട് ഏജൻസികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ ഡോളർ കടത്ത് ഇടതുപക്ഷത്തിന് പിണറായി സർക്കാരിനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന എല്ലാ അന്വേഷണവും മുന്നോട്ട് പോകും. അതിൽ യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു കേസിൻ്റെ പ്രമാദമായിട്ടുള്ള കേസുകളുടെ അന്വേഷണം ഒരു ടൈം ബൗണ്ടായിട്ട് നമ്മൾ സ്വിച്ചിട്ട് ഓഫാക്കുന്നത് പോലെ തീർക്കാൻ കഴിയില്ല. അതിന് സ്വാഭാവികമായിട്ടുള്ള വടക്കാഞ്ചേരി ലൈഫ് ഞാൻ ഒരു തിരിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട ഒരു കേസ് വേണ്ടത്ര തെളിവുകളില്ലാതെയും വേണ്ടത്ര അതിൻ്റെ രേഖകളില്ലാതെയും അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ചേർത്തി നാളെ ആ കേസ് നെഗറ്റീവായാൽ ഇതേ മാധ്യമങ്ങളും ഇതേ ജനങ്ങളും പറയില്ലേ അല്ല പ്രതിയാണെന്ന് കെ സുരേന്ദ്രനാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് നിയമത്തിൻ്റെ മുന്നിൽ കുറ്റപത്രത്തിലെല്ലാം പ്രതിയായിട്ട് ഉൾപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് എല്ലാവിധത്തിലുള്ള അന്വേഷണങ്ങളും എല്ലാ പഴുതുകളും അടച്ച ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ. അതെ, സ്വപ്നയുടെ 164 സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് പിണറായി വിജയന്റെ പേരുണ്ട്. പലതവണയും സ്വപ്ന സുരേഷ് മൊഴി മാറ്റിയിട്ടുമുണ്ട്. അല്ല, 164 മാറ്റിയിട്ടില്ല. അതിനു മുമ്പ് അല്ല ഞാൻ പറയുന്നത്. അടുത്തത് ലൈഫ് മിഷൻ നമുക്ക് വടക്കാഞ്ചേരിയിൽ ഞാൻ പറയുന്നത് ലൈഫ് മിഷൻ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ഈ പിണറായി സർക്കാരിനെതിരായിട്ട് വന്നിട്ടുള്ള കോവിഡ് സമയത്ത് അഴിമതികൾ, ഇതെല്ലാം ഈ അന്വേഷണങ്ങളെല്ലാം. ഏറ്റവും അവസാനത്തെ മാസപ്പടി വിവാദം നമ്മുടെ ഷോൺ ജോർജ് ആണ് കൊടുത്തത്. വീണതിരായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അല്ലാതെ ഈ മാസപ്പടി വിവാദം എന്ന് പറയുന്നത് വളരെ ക്ലിയറായിട്ട് കോടതി രേഖയാണ്. ഷോൺ ജോർജ് എന്ന് BJP-യുടെ പ്രവർത്തകൻ, BJP-യുടെ ഭാരവാഹിയാണ്. PC ജോർജ് BJP-യുടെ ഒപ്പമാണ്. കാരണം അവർക്ക് BJP-യിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ BJP-യിൽ ചേർന്നത്. അതെ, ആ ഷോൺ ജോർജ് കൊടുത്ത കേസിൽ 8 മാസത്തേക്കാണ് SFIO അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ. അല്ല, അതിൽ നമ്മുടെ നിലപാട് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. BJP-യുടെ നിലപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ച് ആ കേസിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തും. അതിൽ ആരോപിതരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും അവരെ നിയമത്തിൻ്റെ മുന്നിൽ വരും. ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നതാണ്. CBI അന്വേഷണം കൊണ്ടുവന്ന് ഇപ്പോൾ അത് സുപ്രീം കോടതിയിലായിട്ട് 8 വർഷമായി. 62 തവണയാണ് മാറ്റിവെച്ചത്. കോടതിയുടെ മുമ്പാകിയും ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ മുമ്പാക്കി ഒരു ടൈം ബൗണ്ട് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടും സർക്കാർ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധ ബുദ്ധിയാണ്. കാരണം എത്രയോ കേസുകളിൽ ഇതുപോലെ ആദ്യമായിട്ടാണ് ലാവ്ലിൻ കേസിൽ ഒരു ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന കേസ് 62 തവണയാണ് അത് മാറ്റിവെച്ചത്. ഓരോ തവണയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അമിത്ഷായുടെ വല്ലങ്കൈ പറയുന്നത് സമയം വേണം, ഞങ്ങൾക്ക് തിരക്കാണെന്നാണ് പറയുന്നത്. കേസ് കഴിഞ്ഞിട്ടില്ല, 8 വർഷം കഴിഞ്ഞു. കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ. 4 പ്രതികൾ മരിച്ചു. അല്ല, 25 സാക്ഷികളും മരിച്ചു. മുഖ്യപ്രതി എന്ന് പറയുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഇന്നും ഉണ്ടല്ലോ. അതെ, അദ്ദേഹത്തിന് 79 വയസ്സായി. ഏത് സമയത്തും ആവാം. ബാക്കി ആളുകൾ 82 വയസ്സോ 83 വയസ്സൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ അവർ ഏത് സമയത്തും മരിക്കാൻ നിൽക്കുകയാണ്. ഒരുപാട് കേസുകളുണ്ടല്ലോ ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ. അത് അതിന് ശേഷമുള്ളതാണ്. ഇത് 2017 സുപ്രീം കോടതിയിൽ വന്ന കേസിൽ കേന്ദ്ര അതായത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഓരോ തവണയും പോയി പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ല, ഇവിടെ കേരളത്തിൽ കേസുണ്ട്, അല്ലെങ്കിൽ ഒറീസയിൽ കേസുണ്ട്, അല്ലെങ്കിൽ ഗുജറാത്തിൽ കേസുണ്ട്, ഞാൻ മാറ്റി വെക്കണം എന്നാണ്.
അതായത് 62 തവണ മാറ്റി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതിൽ രണ്ട് വേർഷൻ പറയാം. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ധൃതി വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. നടപടി എടുത്താലും തെറ്റാണ്, നടപടി എടുക്കാതിരുന്നാലും തെറ്റാണ്. അതല്ല, ഇത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസാണ്, ലാവ്ലിൻ കേസ്. കോടതിയിൽ വരുന്ന കോടതിയിലും സർക്കാർ ഇടപെടണം. നരേന്ദ്രമോദി സർക്കാർ നിയമവ്യവസ്ഥയെ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെടുന്നു എന്നുള്ള പരാതി കോടതിയിൽ മോദി സർക്കാർ അല്ല, അതിന് നമ്മൾ കുറ്റപത്രം സമർപ്പിച്ച കേസും സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടിട്ടാണ് ഓരോ തവണയും മാറ്റി വെക്കുന്നത്. സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് തുഷാർ മേത്ത അമിത്ഷായുടെ വലങ്കൈയാണ്. അല്ല, മുമ്പ് ഗുജറാത്തിൽ അമിത്ഷായ്ക്ക് വേണ്ടി കേസുകൾ നടത്തിയ ആളാണ്. അത് കേസെടുത്ത് വിധി വന്നു കഴിഞ്ഞാൽ പിണറായി വിജയന് കൂട്ടിക്കയറി ഇന്ന് പോയി ആവേണ്ടതാണ്. അത് 8 വർഷം കൊണ്ട് നടന്നപ്പം ഇനി 1.5 വർഷമുള്ളൂ പിണറായി വിജയന് ഭരിക്കാനുള്ള. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിൽ 2 മുന്നണികളുടെയും ഭരണസമയത്ത് വന്ന ഏത് അഴിമതി കേസ്, VS അച്യുതാനന്ദൻ ബാലകൃഷ്ണ പിള്ളയുടെ കേസ് ഒഴികെ കേരളത്തിൽ പ്രതിപക്ഷവും രണ്ടാളും ഉന്നയിച്ച ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും പറഞ്ഞൊരു കേസില്ലേ, ഗ്രാഫൈറ്റ് കേസ്, അതാണല്ലോ നമ്മുടെ ബാലകൃഷ്ണ പിള്ള കേസ്. അതിലുള്ള വിധി എന്താ അറിയോ? ഇത്തരത്തിലുള്ള അഴിമതികൾ, മന്ത്രിമാരുൾപ്പെട്ട അഴിമതികൾ, ഉദ്യോഗസ്ഥന്മാരുൾപ്പെട്ട അഴിമതികൾ എത്രയും വേഗം തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ഗവർണറായിരുന്നു അദ്ദേഹം, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ് വിധി പറഞ്ഞത്. അത് ഉണ്ടായിരിക്കെ അതിനൊക്കെ മറികടന്നുകൊണ്ട് പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാട് എന്താണ് BJP എടുക്കുന്നത്? ഇതാണ് എൻ്റെ ചോദ്യം. താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി ആരാ? കോൺഗ്രസ് അല്ലോ. ഈ മാസപ്പടി കേസിൽ കോൺഗ്രസിൻ്റെ ആരാണ് ഈ മാസപ്പടി കേസിൽ നിയമ നടപടിയായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ എന്ത് ചെയ്തു? അല്ല, കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനെതിരായിട്ടും മറ്റുമൊക്കെ ഒരു ഇത്രയും അഴിമതി ആരോപണങ്ങളും മറ്റുമെല്ലാം വന്നിട്ട് നിയമസഭയ്ക്കകത്ത് പിണറായി വിജയനെ ഫൈറ്റ് ചെയ്യുന്നത് VD സതീശനാണ്. അതിനകത്ത് മാത്യു കുഴൽനാടൻ ഫൈറ്റ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം കേസും കൊടുത്തു. സംരക്ഷിക്കുന്ന നിലപാടല്ല വരുന്നത്. ആവശ്യമുള്ള സമയത്ത് മുഖ്യമന്ത്രി വാക്കൗട്ട് നടത്തിയിട്ട് എത്ര തവണ മുഖ്യമന്ത്രി രക്ഷിച്ചു? പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല. BJP എന്ന് പറയുന്നത് CPM-ന്റെ ഏറ്റവും വലിയ ഫൈറ്റ് ചെയ്യുന്ന ശക്തിയാണ്. വീണാതിരായിട്ടുള്ള കേസിൽ ഈ മാസപ്പടി വിഷയത്തിൽ ഷോൺ ജോർജാണ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഷോൺ ജോർജ് BJP അല്ലേ? അതെ. അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ 8 മാസം കഴിയും SFIO. അതിനു മുമ്പ് പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്തിരിക്കും. എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തെ SFIO അന്വേഷണം ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള 8 മാസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് സെപ്റ്റംബർ കഴിഞ്ഞു. ഒരു സർക്കാർ കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള ഡിലേ അറിയാലോ. സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ഡിലേയും വരും. ഒരു സെപ്റ്റംബർ എന്നുള്ളത് ഇന്ത്യയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സോറനെ അറസ്റ്റ് ചെയ്തു, വെറുതെ വിട്ടു എന്നുള്ളത് വേറെ പ്രശ്നം. നമ്മുടെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ധൃതി പിടിച്ച് ചെയ്യണമെന്നല്ല, നമ്മൾ മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ട് ഇന്നേ വരെ പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയോ മകളെ ഈ SFIOയുടെ അന്വേഷണത്തിൽ ചോദ്യം ചെയ്തു എന്നല്ലാതെ വേറൊരു കാര്യത്തിലും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇന്നേ വരെ തൊട്ടിട്ടില്ല. അല്ല, അരവിന്ദ് കെജ്രിവാളിന് സമൻസും വാറണ്ടും എല്ലാം നൽകിയിട്ട് അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്തെല്ലാം വിമർശനങ്ങളായിരുന്നു. അല്ല, അത് വേറെ. നമ്മുടെ ഈ കേരളത്തിൽ മാത്രം പിണറായി വിജയനെ മാത്രം BJP സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? പിണറായി വിജയനെ BJP സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കേസൊന്നും തൊടാത്തത്. പിണറായി വിജയനെതിരായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ലാവ്ലിൻ കേസ് UDF ഭരിക്കുമ്പോൾ ഇവിടെ ഇല്ലേ? UPA സർക്കാർ ഭരിക്കുമ്പോൾ ലാവ്ലിൻ കേസില്ലേ? ഞാനാണല്ലോ അതിന്റെ ഫൈറ്റ് ചെയ്തത്. അല്ല, 2005 ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ ഇതേ സംശയം ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാന പ്രതിപക്ഷ പാർട്ടി ആരാ? കോൺഗ്രസ് അല്ലേ? 2011 മുതൽ 16 വരെ കേരളം ഭരിച്ചതാരാ? അല്ല, അവരുടെ ഈ കേസിൽ 2005-ൽ 2009-ൽ CBI കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. അന്ന് ആരാ കേന്ദ്രം ഭരിക്കുന്നത്? അല്ല, ആര് ഭരിച്ചു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അല്ല, അപ്പം കുറ്റപത്രം സമർപ്പിച്ചു. സമർപ്പിച്ച ശേഷം 2014 വരെ UPA സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച CBI കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 5 വർഷം ഇതിൽ മുന്നോട്ട് പോകാതിരുന്നതിന് പിന്നിൽ മുന്നോട്ട് പോവല്ല. ഓരോ സമയത്തും പിണറായി വിജയൻ അത് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കും. ആദ്യം ഗവർണറുടെ നടപടി, പ്രോസിക്യൂഷൻ നടപടിക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നു.
സുപ്രീം കോടതി ഞാനാണ് ഫൈറ്റ് ചെയ്തത്, ഞാൻ എതിർകക്ഷി, അത് തള്ളുന്നു ശാന്തിഭൂഷണിൻ്റെ ടിക്കറ്റ്. അതിന് ശേഷം നമ്മൾ അദ്ദേഹം ഡിസ്ചാർജ് തിരുവനന്തപുരം കൊടുപ്പിക്കുന്നു. ആ ഡിസ്ചാർജ് പെറ്റീഷനെതിരെ മൂവ് ചെയ്യുന്ന ഹൈക്കോടതി. അതിനുശേഷം 2016 ആണ് ഭരണം മാറുന്നു, പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു കേരളത്തിൽ. അതിന് ശേഷമാണ് കേസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്നത്. കോടതിയായിട്ടാണ് ബന്ധം. ഈ കോടതിയുള്ള കാര്യത്തിൽ സുപ്രീം കോടതിയിൽ 8 വർഷമായി തൊട്ടില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടി. അതന്നെയാണ് പറഞ്ഞത്. അല്ല, കോൺഗ്രസ് ആണ്, അന്നും ഇന്നും കോൺഗ്രസ് ആണ്. പക്ഷേ കോടതി എന്ന് പറയുന്ന സംവിധാനത്തിൽ ഈ ഹൈക്കോടതിയും തിരുവനന്തപുരം CBI കോടതിയും സുപ്രീം കോടതിയിലെത്തിയപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. ഈ BJP 2017 മുതൽ 2024 വരെ തൊട്ടില്ല. ശരി, ഇല്ല എന്നുള്ളത് സത്യമാണല്ലോ. കേസ് ഡിലേ ആവും. അതായത് ഈ കേരളത്തിൽ BJP വളരാത്തതിന് കാരണം ഈ പിണറായി വിജയനുമായിട്ട് ഇങ്ങനെ ധാരണ ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ? പിണറായി വിജയനായിട്ട് ധാരണയുണ്ടെങ്കിൽ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ വരും. എന്താ പിടിക്കാത്ത? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ചോദിക്കുന്നത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ പിണറായി വിജയൻ ചോദ്യം ചെയ്യാത്ത കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരണോ? ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതും കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിനെ ഒരു സുപ്രഭാതത്തിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ശിവശങ്കർ അറസ്റ്റിലായി ജയിലിൽ കിടന്നു. മുഖ്യമന്ത്രിയുടെ അല്ല, ശിവശങ്കർ ജയിലായി അറസ്റ്റ് കിടന്നു, സ്വപ്ന ജയിലിൽ കിടന്നു. അതേ പീരീഡിൽ അതേപോലെ അന്വേഷണം നടത്തേണ്ട ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ മകൾ, ഇവരെ ചോദ്യം ചെയ്തിട്ടില്ലൊന്നും. മകളെ SFI അടുത്ത കാലത്ത് അവിടെ ചോദിച്ചു എന്നല്ലാത്ത നടപടിയൊന്നും ഉണ്ടായില്ല. അതും 8 മാസം അന്വേഷണം, 8 മാസത്തെ അന്വേഷണം ശേഷമാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കേസ് ചാർജ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ ചോദ്യം ചെയ്യലും അറസ്റ്റ് ചെയ്യലും എല്ലാം നടക്കുന്നുണ്ടോ? അതിന് സ്വാഭാവികമായിട്ടുള്ള ഡിലേ വന്നു പറഞ്ഞിട്ട് അന്വേഷണം നിർത്തിവെച്ചു, അല്ലെങ്കിൽ അത് ധാരണയാണെന്ന് പറയാൻ കഴിയും. അവിടെയാണ് എൻ്റെ ചോദ്യം. BJP എന്തിനാണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത്? BJP സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, BJP അങ്ങനെ പിണറായി വിജയനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഈ കേസുകളിലൊന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നെ നടത്തേണ്ടതില്ലല്ലോ. അല്ല, അന്വേഷണം പിണറായി വിജയനെതിരെ മാത്രമില്ല. ഈ മാസപ്പടി കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും എല്ലാം കേന്ദ്ര ഏജൻസികളാണല്ലോ അന്വേഷിക്കുന്നത്. അതെ, ലൈഫ് മിഷൻ കേസും കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. അതില് ഈ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉള്ള ആളുകൾക്കെതിരെ എല്ലാം നടപടി വന്നില്ലേ? ആർക്കെതിരെ ഡയറക്റ്റ് ഇൻവോൾവ്? അതില് കണക്റ്റഡ് ആയിട്ട് ലൈഫ് മിഷന്റെ കേസിൽ അല്ല, അതില് കണക്റ്റഡ് ആയിട്ട് ലൈഫ് മിഷന്റെ കാര്യത്തിൽ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന സംഘടന ഇവിടേക്ക് അയച്ച ഫണ്ട് യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റാൻ വേണ്ടി ആരാണ് തീരുമാനിച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് മിഷന്റെ ചെയർമാനായിക്കൊണ്ടുള്ള കമ്മിറ്റിയാണ്. ആരാ ഉത്തരവാദി അന്നേരം? ഇപ്പൊ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയെ ഞാൻ ഇതില് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി, അപ്പോൾ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുന്നത് പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ഫണ്ട് സ്വകാര്യ ഏജൻസിക്ക് വരാൻ പാടില്ല എന്നിരിക്കെ ലൈഫ് മിഷന് വരുന്ന ഫണ്ട് സ്വകാര്യ ഏജൻസിയിലേക്ക് മാറ്റി. അതാണുള്ള കേസ്, FCRA ലംഘനം. ആ കേസിൽ പിണറായി വിജയൻ ഇന്നുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും ചോദ്യം അറസ്റ്റിലായി, ജയിലിലായി. പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല, ആ കേസ് ഇല്ലാതെ ആയിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഡിലേയിലേ വന്നിട്ടുള്ളൂ. എത്ര കാലം ഡിലേയിലേ വന്നിട്ടുള്ളൂ? എത്ര കാലം? അയാൾ ഭരിക്കുന്ന കാലത്തോളം പോവുകയാണ്. അയാൾ മരിക്കുന്ന ഇനി 79 വയസ്സായി. അതെങ്ങനെയാ പറയാ? പിണറായി വിജയൻ 100 വയസ്സ് വരെ ഒരു കേസിൽ BJP ഇന്ന് വരെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന് നടപടി എടുക്കുകയോ ചെയ്യാത്തതല്ലേ BJPയോട് വളരാത്തതിന് കാരണം? ഞാൻ തിരിച്ചതേ ചോദ്യം. ലാവ്ലിൻ കേസ് കേരളത്തിൽ എന്നാ ഉണ്ടാകുന്നത്? പിണറായി വിജയൻ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. 96-98 കാലത്താണ്. BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് എപ്പോഴാണ്? 2014 വരുന്നത്. 96 മുതൽ 18 വർഷക്കാലം ഡിലേ വരുത്തിയതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കേസ് ഞാൻ ആണ് പുറത്തു കൊണ്ടുവരുന്നത്. 2005 കേരളത്തിൽ അതിൽ പറയാം. 2005 ഫെബ്രുവരി മാസത്തിൽ ക്രൈമാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് പുറത്തു വന്ന ഈ പിണറായി വിജയനെ പറ്റിയുള്ള കിട്ടാത്തതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തില്ല. പബ്ലിഷ് ചെയ്ത സമയത്ത് ഞാൻ CBI അന്വേഷണത്തിന് കൊടുക്കുന്നു.
ഗവൺമെൻറ്റും തയ്യാറാവുന്നു. ആ തയ്യാറായ ശേഷം അവർ അന്വേഷണം ഏറ്റെടുക്കുന്നു. 2007 CBI ഏറ്റെടുക്കുന്നു. CBI 29 കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് ഇതാണല്ലോ. 2009 CBI കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിന് ശേഷം കോടതിയിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. ഞാനാണ് എതിർകക്ഷിയിൽ പോയത്. അതിൽ അവസാനം ഡൽഹിയിൽ എത്തിയോട് കൂടിയിട്ട് സുപ്രീം കോടതി എത്തിയോട് സോളിസിറ്റർ ജനറലാണ്. 8 വർഷമായി. അപ്പോൾ ഈ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ BJP 2021-20 നമ്മളെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടാവുന്നത്. അന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അതിലുൾപ്പെട്ട ആളെ ചോദ്യം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ BJP കേരളത്തിൽ ഏറ്റവും വലിയ ശക്തിയാകുമായിരുന്നില്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള കേസ് അല്ലെങ്കിൽ ഒരു കേസിനെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി വളരുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭ എടുക്കാം. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വൻ മുന്നേറ്റം ഉണ്ടാക്കി. പുതിയ സ്ഥാനാർത്ഥി അല്ലേ, BJPയുടെ അല്ലാത്ത പുതിയ ആൾ വന്നിട്ട് അയാളുടേതായ ഒരു വ്യക്തിത്വം കൊണ്ട് ഭയങ്കര മുന്നേറ്റം ഉണ്ടാക്കി. അല്ല ഞാൻ അവിടെ BJPക്ക് കഴിഞ്ഞ നിയമസഭാ അവിടെ ഒരു ചോദ്യം ചോദിക്കാം. BJPക്ക് അടിസ്ഥാനപരമായിട്ട് പക്ഷേ അതിന് ശേഷം 1,80,000-ഓളം വോട്ട് കയറി കിട്ടി. 1,18,000 വോട്ട് കയറി കിട്ടി. വോട്ടർ പട്ടികയിൽ 65,000-ഓളം വോട്ട് ചേർത്ത്. അതെ, ഉണ്ട്. 1,18,000-ഓളം വോട്ട് അദ്ദേഹത്തിന് കൂടി. അവിടെ ഒരു ചോദ്യം, കരുവന്നൂർ ബാങ്ക്. ഈ കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ തവണ ഇലക്ഷൻ കഴിയുന്നവരെ അവിടെയുള്ള CPM-ൻ്റെ നേതാവിന് എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് അയച്ചുകൊണ്ടിരുന്നു. MM വർഗീസിന് നോട്ടീസ് അയച്ചുകൊണ്ടിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു നോട്ടീസ് ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തില്ലേ? അത് അതിന് മുമ്പ്. അതിന് ശേഷം എന്ത് നടപടി എടുത്തു? ഞാൻ എല്ലാ ദിവസവും നടപടി എടുക്കണ്ട. അല്ല, അത് ഒന്ന് AC മൊയ്തീൻ്റെ ഒരു കേസ് അന്വേഷിച്ചു, അതിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അതിന്റെ മറ്റു നടപടികൾ ഓരോ ദിവസവും അന്വേഷണ ഏജൻസികൾ സംബന്ധിച്ച് എല്ലാ ദിവസവും ആളുകളെ അറസ്റ്റ് ചെയ്യണം, എല്ലാ ദിവസവും സ്വത്ത് കെട്ടണം പറഞ്ഞതില്ലല്ലോ. അവർ അന്വേഷണം നടത്തി അതിൽ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ സ്വത്തുകൾ കണ്ടുകെട്ടി ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. മറ്റ് നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മീഡിയ അറിയിക്കാനും പബ്ലിക്കിനെ അറിയിക്കാനോ. ഇവിടെ എത്രയോ കേസുകൾ നടക്കുന്നുണ്ട്. ഒരു കൊലപാതക കേസ് തന്നെ പറയാം. കൊലപാതകം നടന്ന് ആദ്യം അന്വേഷണം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് അറിയിക്കും. പിന്നീട് അതിൽ കോടതിയിലെത്തി ജയിൽ ശിക്ഷ കോടതി വിധിക്കുമ്പോഴാണ് പബ്ലിക് അറിയുക അല്ലേ? അതുവരെയുള്ള കാര്യങ്ങൾ അറിയാറുണ്ടോ? സ്വാഭാവികമായി നമ്മളെ നിയമ നടപടി. കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ അതിൽ 3 നേതാക്കന്മാർ AC മൊയ്തീൻ അയാളുടെ ബാങ്ക് അക്കൗണ്ട് ജപ്തി ചെയ്തു. ശരിയാണല്ലോ. അയാൾ ഇതുവരെ തൊട്ടിട്ടില്ല. MK കണ്ണൻ അയാളെ എല്ലാ ഡോക്യുമെൻറ്റും എത്തി, അതിനുശേഷം തൊട്ടിട്ടില്ല. MM വർഗീസ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അയാളെ വ്യാജ അക്കൗണ്ടുകളൊക്കെ പിടിച്ചെടുത്തു. ആ ഇലക്ഷൻ വരെ എല്ലാം ഉണ്ടായി, നോട്ടീസ് എല്ലാം കിട്ടി. അതിനുശേഷം നടപടിയില്ല, നോട്ടീസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്നവരെ മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ വേണ്ടി ഇത്തരം ധാരണകളൊക്കെ ഉണ്ടാക്കി. അല്ല, ഞാൻ ചോദിക്കുന്നത് അയാളുടെ സ്വത്ത് കെട്ടിയില്ല. ബാങ്ക് അക്കൗണ്ട് 50 ലക്ഷം അതാക്കി, അത്ര മാത്രം. അപ്പൊ അയാൾ പ്രതിയാക്കിയില്ല. പ്രതിയായതുകൊണ്ടാണല്ലോ ബാങ്ക് അക്കൗണ്ട് ഇതാക്കിയത്. പക്ഷെ അയാളെ പ്രതിയല്ല, അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അടുത്ത ദിവസം അറസ്റ്റ് ചെയ്യണം. മാസങ്ങൾ കഴിഞ്ഞു. അടുത്ത ദിവസം ആ കേസിന്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കേസുകളെല്ലാം തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. BJP കേരളത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ടൈം ഫ്രെയിം വെച്ചിട്ട് ഒരു കേസ് അന്വേഷണം നടക്കാറുണ്ടോ? ടൈം ഫ്രെയിം വേണ്ട, നടക്കാറുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആണ്, നടക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേസ് അന്വേഷണം 1 ഇഞ്ച് പോലും അതിനുശേഷം മുന്നോട്ട് പോയിട്ടില്ല എന്ന് അതിനെന്തെങ്കിലും രേഖകളുണ്ടോ? ഒന്നും അതിനുശേഷം നടന്നില്ല. വാക്കുകൊണ്ട് പറയണം, വാക്കുകൊണ്ടല്ല, അല്ലാതെ ഏത് കാര്യമാണ് നടന്നത്? അതിനുശേഷം ഒരു തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ ഒരാളെയും ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു അടി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതിൽ എന്താ രേഖയുള്ളത്? നമുക്ക് പബ്ലിക് ആയിട്ടുള്ള, ഞാൻ ഇടപെട്ട ലാവലിംഗ് കേസ് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ കേസിൽ ഇടപെട്ടിട്ടില്ല. അല്ല, ആ കേസിൽ ഇതിൽ ഗസ് വർക്ക് അല്ല, അന്ന് മുതൽ ഞാൻ ഇടപെടുന്ന ഒരാളാണ്. അല്ല, ഇതിൽ ഗസ് ചെയ്ത് പറയണതല്ല. അല്ല, ഏജൻസികൾ അല്ല, ഇതിന്റെ അകത്ത് ഏറ്റവും തെളിവ് എന്ന് പറയുന്ന ഇവരെ ആരും തൊടാൻ പോയിട്ടില്ല. ഒരു എക്സാമ്പിൾ, ഇതിൽ വിജിലൻസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. വിജിലൻസ് അതിൽ ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വിജിലൻസ് അവരുടേതായിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും അന്വേഷണങ്ങളും മറ്റുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. എല്ലാ ദിവസവും ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് ഓഫീസിൽ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യില്ലല്ലോ. അതിനർത്ഥം ആ ഉദ്യോഗസ്ഥ ആ കേസ് നിർത്തിവെച്ചു എന്നാണോ? അല്ലല്ലോ.
അല്ല, നിർത്തിവെച്ചിട്ടില്ല. അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്താനും കൂടുതൽ തെളിവ് കണ്ടെത്താനും ഇവിടെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ്? CPM-ഉം BJP-യും തമ്മിലുള്ള ഈ തരത്തിലുള്ള കേസുകൾ വെച്ച് വോട്ട് മറിക്കുന്നു എന്നുള്ളത് ആരാണ്? അതാണ് പാലക്കാടിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. BJP-യും CPM എന്നുള്ള ധാരണ പാലക്കാടും വരുന്നു. അതിലെ 10,000-ഓളം വോട്ടുകൾ BJP-ക്ക് അനുകൂലമായി ചെയ്യാൻ പോണോ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഞാൻ കണക്ക് തിരിച്ചു പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ജയിച്ചതെന്നുള്ളത് CPM-ന്റെ കാൻഡിഡേറ്റ്, ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് പറഞ്ഞല്ലോ, സരീൻ പറഞ്ഞല്ലോ. ഷാഫി എങ്ങനെയാണ് ജയിച്ചതെന്ന് പറഞ്ഞു. സരീൻ ഇപ്പോൾ എതിരാളി ആയല്ലോ. CPM-ന്റെ വോട്ട് മറിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. 4,000-ഓളം വോട്ട് മറിച്ചു കൊടുത്തു. സരീൻ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം, അതെ സ്വന്തം പാർട്ടിയുടെ വോട്ട് ഷാഫിക്ക് മറിച്ചു കൊടുത്തു എന്നാണ് ഇപ്പൊ സരീൻ പറയുന്നത്. സ്വന്തം മുന്നണിയുടെ AK ബാലൻ അത് ശരിവെച്ചില്ലേ? AK ബാലൻ എന്താ പറഞ്ഞത്? ശരിയാണെന്നല്ല പറഞ്ഞത്. ശരിയല്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞോ? CPM-ന്റെ ഏരിയ സെക്രട്ടറി പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. ഷംസീർ നിയമസഭയിൽ ഷാഫിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഔദാര്യത്തിൽ അവിടെ ഇരിക്കുന്നത് പറഞ്ഞു. മറുപടി പറഞ്ഞു ഷാഫി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അന്നത്തെ CPM-ന്റെ അണികളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. അന്ന് AK ബാലൻ നടത്തിയ പ്രസ്താവന എടുത്ത് നോക്കണം. ഞങ്ങൾ ഷാഫിയുടെ വിജയത്തെ സന്തോഷിച്ചുകൊണ്ടുള്ള ആശംസകൾ അറിയിച്ചിട്ടുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ വോട്ട് മുറിക്കുന്ന CPM-ഉം കോൺഗ്രസും തമ്മില. 2019 MP രാജേഷ് പരാജയപ്പെട്ടുകൂടെ? MP രാജേഷ് പരാജയപ്പെട്ട് അന്വേഷണ കമ്മിറ്റിയെ വെച്ചു CPM. എന്താ കണ്ടെത്തിയത്? PK ശശി അടക്കമുള്ള CPM-ന്റെ ഒരു വിഭാഗം നേതാക്കൾ ശ്രീകണ്ഠന് അനുകൂലമായിട്ട് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയും കോങ്ങാടും ഷൊർണൂരും വോട്ട് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തോറ്റെന്ന്. ഈ 24ത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞതെന്താ? ഞങ്ങളുടെ 50,000-ൽ-അധികം വോട്ടുകൾ ചോർന്നു. ഞങ്ങളുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് 2.18 ഉണ്ടായിരുന്ന ഞങ്ങൾ 2.52-ലേക്ക് വരികയാണ് ചെയ്തത്. CPM-ന് 50,000 വോട്ട് കുറയുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് 35,000 വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. കൃത്യമായിട്ട് ഈ കാര്യത്തിലൊക്കെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ BJP ഇവിടെ ശക്തമായി മുന്നേറ്റം കാണിക്കുമായിരുന്നില്ലേ? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ കേസുകളും ഉൾപ്പെട്ട മോദി അടക്കം പറയുന്ന, അമിത്ഷാ അടക്കം പറയുന്ന, K. സുരേന്ദ്രൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ശക്തമായി നടപടി ഉണ്ടാവുകയും പിണറായി വിജയനെ കൃത്യമായി നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്താൽ ഇവിടെ BJP വളരുമായിരുന്നില്ലേ? അല്ല, BJP നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന അന്വേഷണങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കേസൊക്കെ എപ്പോഴാണ് നടന്നത്? ലൈഫ് മിഷൻ വർഷങ്ങൾ കഴിഞ്ഞു. അല്ല, 2020 പ്രളയകാലത്തുള്ള സംഭവമാണല്ലോ. 2020 2018 പ്രളയമാണ്. 6 വർഷം കഴിഞ്ഞു. അതെ, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ മോദിയിലും മോദി സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കില്ലല്ലോ. വിജയിപ്പിക്കില്ലല്ലോ. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും 1% വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. 20% വോട്ട്, 15% 20%, 5% വോട്ട് കേരളത്തിലെ NDAക്ക് വർദ്ധിച്ചു. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മോദി സർക്കാർ നടത്തുന്ന അന്വേഷണങ്ങളിൽ, പിണറായി വിജയനെതിരായിട്ട് നടത്തുന്ന അന്വേഷണങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ഞങ്ങളുടെ 15 വീണ്ടും കുറയല്ലേ? കേരളത്തിൽ എത്ര സീറ്റുണ്ട്? ആർക്ക്? 20 ലോക്സഭാ സീറ്റുണ്ട്. ഈ 20 ലോക്സഭാ സീറ്റിലും BJP വിജയിക്കേണ്ട സ്ഥലത്ത് ഒരു സീറ്റിൽ വിജയിച്ചാൽ മതി എന്നാണോ താങ്കൾ? ഒരു സീറ്റിൽ വിജയിക്കില്ലല്ലോ, പറയുന്നത് പടിപടിയായിട്ടാണല്ലോ. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും BJP ഇടിച്ചു കയറി വളരുമ്പോൾ എല്ലാ സാധ്യതകളുമുള്ള കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് താഴേക്ക് പോകണോ? കേരളത്തിൽ എവിടെ താഴേക്ക് പോയിരിക്കുന്നത്? തെറ്റായിട്ടുള്ള ഇതല്ലേ? 15% 20% വോട്ട് എത്തിയത് താഴേക്കാ. 20 15 എത്തിയാൽ താഴോട്ടാണെന്ന് പറയാം. 15 20 പോയത് സുരേഷ് ഗോപി ജയിച്ച സ്ഥലം തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ശോഭാ സുരേന്ദ്രൻ ജയിച്ച ആലപ്പുഴ, പിന്നെ സരസു മത്സരിച്ച ആലത്തൂർ. ഇവിടെ അല്ലാതെ വേറെ എവിടെയാണ്? പാലക്കാട് ചുരുങ്ങിയ അതിന്റെ പെർസെന്റേജ് വന്നിട്ടുള്ളൂ. 35,000 വോട്ട് കൂടി 25% വോട്ടിലേക്ക് എത്തി. അതെ, BJPയുടെ മറ്റുള്ള സ്ഥലത്തുണ്ടായ വളർച്ച പാലക്കാട് ഉണ്ടായില്ല. അല്ല, മറ്റ് ആലത്തൂർ കഴിഞ്ഞ തവണ BDJS സ്ഥാനാർത്ഥി, താമരയല്ല ചിഹ്നം.
താമര ചിഹ്നം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വോട്ടിൽ വർധനവ് ഉണ്ടാവും. താമര വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ഇടയിൽ BJPയുടെ അനുഭാവികളായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളുടെ വോട്ട് കൂടുതലായി കിട്ടും. BDJS മത്സരിച്ച മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ചിഹ്നം മാറുന്നത് സംബന്ധിച്ച്, ചിഹ്നം പരിചയമില്ലാത്ത ചിഹ്നം വരുന്ന സമയത്ത് വോട്ട് കുറയുന്നുണ്ട്. ബാക്കി ഏത് ലോക്സഭാ മണ്ഡലത്തിൽ, അതായത് താങ്കളെപ്പോലെ വ്യക്തിപരമായി ജനങ്ങളുമായി ബന്ധമുള്ള സ്ഥാനാർത്ഥികൾക്കല്ലാതെ BJPക്ക് അല്ലാതൊരു വോട്ട് ശതമാനം കേരളത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ല. താങ്കൾ ജനകീയനാണ്, അത് സത്യമാണ്. പാലക്കാട് ജനങ്ങൾ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പം എല്ലാവരും സംസാരിക്കുമ്പോൾ ജനങ്ങളുമായി പ്രതികരണം എടുക്കുമ്പോൾ കൃഷ്ണകുമാർ ജനകീയനാണ്. കൃഷ്ണകുമാർ ജനങ്ങളുമായി അടുത്ത ബന്ധമാണ്. കൃഷ്ണകുമാർ മുസ്ലിങ്ങളായിട്ട് നല്ല ബന്ധമാണ്. എല്ലാവരുമായിട്ടും നല്ല ഒരു സൗഹൃദം, നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണെന്നുള്ള ഒരു സത്യമാണ്. അത് ഞങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ വരുന്നുണ്ട്, ഇത് സത്യമാണ്. അങ്ങനെയുള്ള ആളുകളല്ലാതെ BJPയുടെ ഇത്തരത്തിലുള്ള കഴിഞ്ഞ കാര്യങ്ങൾ കൊണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കൊണ്ട് BJPക്ക് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? തെറ്റായിട്ടുള്ള ധാരണ. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം എന്നുള്ളത് അത് തെറ്റായിട്ടുള്ള പ്രചരണമാണ്, തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ്. BJP CPM-ആയിട്ട് കേരളത്തിൽ യാതൊരു വിധത്തിൽ ധാരണയില്ല. ഞങ്ങൾക്ക് CPM-ൻ്റെ വോട്ടുകൾ വരേണ്ടത്. CPM-ൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബാങ്ക് എന്നുള്ളത് ഹിന്ദു വോട്ട് ബാങ്കാണ്. ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളാണ്, OBC കമ്മ്യൂണിറ്റിയും SC കമ്മ്യൂണിറ്റിയും. ആ വോട്ട് ബാങ്കാണ് BJPക്ക് അനുകൂലമായിട്ട് വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ കേരളം മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. OBC പിന്നോക്ക വിഭാഗങ്ങളാണ് BJPയിലേക്ക് വന്നിട്ടുള്ളത്. അത് CPM-ൻ്റെ വോട്ട് ബാങ്കിലാണ് ചോർച്ചയുണ്ടാക്കിയിട്ടുള്ളത്. ആ CPM-ൻ്റെ ഞങ്ങൾ എന്തിനാ ധാരണ ഉണ്ടാക്കേണ്ട ആവശ്യം? CPM-ൻ്റെ തളർച്ച കേരളത്തിൽ ഏറ്റവും അധികം ഗുണം ചെയ്യുക BJPക്കാണ്. കാരണം സ്വാഭാവികമായിട്ട് CPM-ൻ്റെ അണികൾ വരാൻ ആഗ്രഹിക്കുന്നത് BJPയിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെയും അതുപോലുള്ള സംഘങ്ങളെ അറസ്റ്റ് ചെയ്താൽ CPM ആകെ തകർന്നു പോവില്ലേ? എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? വർഷങ്ങൾ കഴിഞ്ഞിട്ടും, എൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നടക്കണമെന്ന് ഇല്ല. ഇതേ ആളുകൾ, ഇതേ മീഡിയ ഒരു കാര്യം കൂടി, പിണറായി വിജയനെ ഒരു സുപ്രഭാതത്തിൽ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടിയാൽ പറയും കേസ് അന്വേഷണത്തിൽ വന്ന പാകപ്പിഴ, അല്ലെങ്കിൽ കേസ് അന്വേഷണം വേണ്ടത്ര രീതിയിൽ നടത്തിയില്ല, കുറ്റപത്രം സമർപ്പിച്ചതിൽ അപാകത. എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള ഒരു അന്വേഷണമാണോ ആവശ്യം? അതോ തൽക്കാലം മീഡിയയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മീഡിയയിൽ വാർത്ത വരാനുള്ള? നമ്മൾ അതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകാം. അതായത് നമ്മൾക്ക് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷൻ 67 സീറ്റുകളിൽ BJP RSSും LDFന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞത് BJPയുടെ RSSൻ്റെ പ്രമുഖ നേതാവ് തന്നെയാണ്, ഓർഗനൈസർ പത്രത്തിൻ്റെ എഡിറ്റർ തന്നെയാണ്. 2021 വേറെ ആരുമല്ല. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായിട്ടുള്ള സാഹചര്യം അറിയാം. കേരളത്തിൽ അന്ന് LDFനെതിരായിട്ടുള്ള വലിയ ഒരു വികാരം, LDFനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം നിലനിൽക്കുന്ന സമയമാണ്. പക്ഷേ ജനങ്ങളുടെ അടിയിൽ അതിന് ബദലാവാൻ UDFന് കഴിഞ്ഞിട്ടില്ല. BJP ജയിക്കാൻ BJPക്ക് കഴിയുന്നുള്ളൊരു പ്രതീക്ഷ മുഴുവൻ ആളുകൾക്കും ഇല്ല. BJP വിജയിക്കുന്ന പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ BJP വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തെത്തി. പിണറായി സർക്കാരിനെതിരായിട്ട് 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആ വികാരം, ശബരിമല പ്രക്ഷോഭവും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നുള്ള ആൻറ്റി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ LDF വേവ് 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലില്ല. അവർ 20 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും പിന്നീട് വന്ന് 21 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അതില്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അവർ ജനങ്ങൾക്കായിട്ട് ചെയ്ത കിറ്റും അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഫ്രീബീസ് ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു, സാധാരണക്കാരെ ആളുകളെ സ്വാധീനിച്ചിരുന്നു. അത് സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായിട്ട് വന്നു. ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് താങ്കൾ പാലക്കാട് ഇത്ര ജനകീയനായതിൻ്റെ കാരണം എന്താണ്? രാഷ്ട്രീയം BJPൻ്റെ ആളാണ്, അല്ലാതെ താങ്കൾ വലിയൊരു ജനകീയനാണെന്നാണ് ഞങ്ങളൊക്കെ സർവേ നടത്തിയപ്പം 2 ദിവസമായിട്ട് കിട്ടിയ വിവരങ്ങൾ വളരെ ഡെപ്ത് വരെ പോയപ്പോൾ താങ്കളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. താങ്കൾ എങ്ങനെയാണ് ഇത്ര ജനകീയനായത്? അല്ല, ഞാൻ ജനിച്ചു വളർന്ന നാട്, ഞാൻ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളാണ്. അവർക്ക് എന്നെ എപ്പോൾ കാണാനും എന്നോട് പ്രശ്നങ്ങൾ പറയാനും അതിന് പരിഹാരം, ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാറുണ്ട്. അങ്ങനെ അവരെ വിശ്വാസ്യത ഞാൻ നേടിയെടുത്തു.
ഏതൊരാൾക്കും താങ്കളടുത്ത് നേരിട്ട് വന്ന് അതെ, ഞാൻ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാറില്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നാലും മുസ്ലിങ്ങൾ പോലും താങ്കളെ ഭയങ്കര താല്പര്യമാണ്. 65% മുസ്ലിം വോട്ടുള്ള വാർഡുകളിൽ നിന്ന് ഞാൻ ജയിച്ച ആളാണ്. അപ്പോൾ അവർക്ക് എന്നിൽ വിശ്വാസമുണ്ട്. ഞാൻ പിന്നീട് വേറെ വാർഡുകളിൽ മത്സരിക്കുന്ന സമയത്ത് അവിടുത്തെ പള്ളി കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എനിക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിന് വരാറുണ്ട്. അവർ പാർട്ടിയല്ല നോക്കുന്നത്, വ്യക്തിപരമായിട്ട് എനിക്ക് ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. ഇത്തവണ എത്ര വോട്ടിന് താങ്കൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ഒരു വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാൽ എത്ര വോട്ട്? ഒരു ചരിത്ര വിജയം തന്നെയായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ടാണ് നേടിയിരുന്നത്. ഇത്തവണ എത്ര വോട്ട്? ഇത്തവണ ഞങ്ങൾ ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കണം എന്നുള്ള ലക്ഷ്യത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സന്ദീപ് വാര്യർ പോയത് കൊണ്ടോ അല്ലെ സന്ദീപ് വാര്യർ അട്ടിമറിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. BJPയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു പ്രവർത്തകനും ഏതെങ്കിലും നേതാവിൻ്റെ പിന്നിലല്ല. ഈ പാർട്ടിയുടെ ആശയവും ആദർശവും കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ ആദ്യകാല പ്രവർത്തനം 42-ൽ പ്രവർത്തനം തുടങ്ങിയ ഒരു സ്ഥലമാണ് പാലക്കാട്. ഒരുപാട് ബലിദാനികളുള്ള മണ്ണാണ്. കണ്ണൂർ ജില്ലയ്ക്ക് സമാനമായിട്ടുള്ള രീതിയിൽ നിരവധി ബലിദാനികളുള്ള മണ്ണാണ്. ഏറ്റവും അവസാനം PFIക്കാർ കൊലപ്പെടുത്തിയ ശ്രീനിവാസൻ, ശ്രീ സഞ്ജിത്ത്, അത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരുടെ അത്തരം ബലിദാനികളുള്ള ഒരു മണ്ണിൽ ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ് മറിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തോന്നുക? ഒരു പ്രവർത്തകനും ഈ സംഘടനയുടെ ആത്മാർത്ഥതയും കൂറുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. അടുത്ത കേരളത്തിലെ BJPയുടെ പ്രസിഡൻ്റായി താങ്കളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് എത്രമാത്രം ശരിയാണ്? BJPയിൽ നിരവധി നേതാക്കന്മാർ, കഴിവുറ്റ നേതാക്കന്മാരുണ്ട്. പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ് ആരാണ് സംസ്ഥാന അധ്യക്ഷൻ ആവാൻ യോഗ്യം എന്നുള്ളത് കണ്ടെത്തി അവരെ നിയോഗിക്കുന്നത് അവരാണ്. പാർട്ടി ഈ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു നഗരസഭാ കൗൺസിലർ ആവാമെന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആവാമെന്നോ അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവാമെന്നോ പ്രതീക്ഷിച്ചിട്ട് വന്ന ആളല്ല. ഒരു സാധാരണ പ്രവർത്തകനായിട്ട് ബൂത്തിൽ പ്രവർത്തിച്ച ആളാണ്. പാർട്ടി എൻ്റെ പ്രവർത്തനത്തെ അംഗീകരിച്ച് തന്ന അംഗീകാരമാണ് പാർട്ടിയുടെ വിവിധ പോസ്റ്റുകൾ എനിക്ക് ലഭിച്ചത്. ഇന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതും എനിക്ക് തന്ന പോസ്റ്റിൽ ഞാൻ പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഏത് ചുമതല തന്നാലും, നാളെ പാർട്ടി പറയുന്നത് ബൂത്തിൽ പ്രസിഡൻ്റായിട്ട് വീണ്ടും വർക്ക് ചെയ്യണം പറഞ്ഞാൽ ആ പോസ്റ്റിൽ വർക്ക് ചെയ്യും. ഓക്കെ, താങ്കൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. വൻ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.